നമുക്ക് 600 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 200, 200, പിന്നെ ജീപ്പിന്റെ ആണെങ്കിൽ നോർമലും. ഫ്രണ്ട്സ്, നമ്മളതാണ് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ്. ഏറ്റവും നല്ല ചെറിയ പ്രൈസിന് ടയറുകൾ നോക്കുന്നവർക്ക് നമുക്ക് എല്ലാ ഐറ്റം ടയറുകളും ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടയർ മാറ്റാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. അപ്പോഴാണ് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് മലപ്പുറം കാവുങ്കൽ ബൈപ്പാസിലാണ്. നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ജിത്തു ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ജപ്പാൻ ടയേഴ്സ് അല്ലേ ജിത്തു? നമ്മളെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ മുണ്ടർമ്പ് കാവുങ്കൽ ബൈപ്പാസ്. അത് നമ്മളിവിടെ ചന്ദ്രിക ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാൽ നമുക്ക് ബൈപ്പാസ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ജപ്പാൻ ടയേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓഫ് റോഡ് ടയറുകളൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് ജീപ്പിന്റെ ഒക്കെ ഓഫ് റോഡ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ ഉണ്ട് അല്ലേ ജിത്തു? എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അത് മാക്സിമം നമുക്ക് വില കുറച്ചിട്ടാണ് ഇവർ നമുക്ക് തരുന്നത്. അത് 2 വീലേഴ്സ് ഉണ്ട്, 4 വീലുകൾ, അങ്ങനെ ബിഗ് സൈസ് എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പിന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 24 hours നമുക്ക് സേവനം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് പാതിരാത്രി വന്നാലും നമുക്കിവിടെ ആളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇനി 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ വരുമ്പോൾ മേ ബി ഇവിടെ ഷട്ടർ ക്ലോസ് ആണെങ്കിലും ഇവിടെ ഒരു ബെല്ലുണ്ട്. ആ ജസ്റ്റ് ബെല്ല് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആളുണ്ടാവും. അവർ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫിറ്റ് ചെയ്ത് തരും. സോ നമുക്ക് 24 hours ഇവിടെ സേവനം അവൈലബിൾ ആണ്. ഫിറ്റിംഗ്സ് എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് കൊടുക്കില്ല. ഏത് പാതിരാത്രി വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇവിടെ ആളുണ്ടാവും. ഇവിടെ നമ്മൾ ബെല്ല് ഇവിടെ നമ്മൾ ഇതിന്റെ നേരെ ഷോറൂമിൽ തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട് 24/7 എന്ന് പറഞ്ഞിട്ട്. ഈ ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ വല്ല റൂമിൽ റിങ് ചെയ്യും. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ അവർ വന്നിട്ട് നമുക്ക് മാറ്റി തരും. ഇത് നമുക്ക് ഏറ്റവും ചെറിയ റേറ്റ് നിന്നാണ് തുടങ്ങാം അല്ല? യൂസ്ഡ് ഉണ്ട്, ഫ്രഷും ഉണ്ട് അല്ലേ? നമുക്ക് ഫ്രഷ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് ആക്റ്റീവ സ്കൂട്ടികൾ. നമുക്ക് ഗംഭീര കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല കട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയാണ് വരുന്നത്? ഇത് നമുക്ക് 400 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്. 400 രൂപ ഒറിജിനൽ സെക്കൻഡ് ടയറാണ്. ഓക്കെ, അതായത് നമുക്ക് ഇതാണോ വെറും 400 രൂപ മുതലാണ് നമുക്ക് സ്കൂട്ടിന്റെ ടയറുകൾ നമുക്ക് ആക്റ്റീവിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ബൈക്കുകൾ, സ്പോർട്സ് ബൈക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏകദേശം എത്ര രൂപയാണ് നമുക്ക് വരുന്നത്? നമുക്ക് 600 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 600 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല കട്ടുണ്ട്. ഇമ്പോർട്ടഡ് ടയറുകളൊക്കെ വരുന്നുണ്ട് നമുക്ക്. അതിൽ ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. ബൈക്കിന്റെ സ്പോർട്സ് ബൈക്കുകൾ, സ്പോർട്സ് ബൈക്കിന്റെ ഇമ്പോർട്ടഡ് ഒക്കെ അല്ല? ഇതൊക്കെ നമുക്ക് 200, 200, 200, 200 ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല കട്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നല്ല ഇതിൽ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റൂല. അതാണ് നമുക്ക് ജീപ്പിന്റെ ഓഫ് റോഡ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഐറ്റംസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ബഡ് ഷോട്ടാണ്. ഇതൊക്കെ ആണെങ്കിൽ 6 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ജീപ്പിന്റെ ആണെങ്കിൽ നോർമലും നോർമലും ഉണ്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബൈക്കിന്റെ എക്സ്പ്ലസ്, ഹിമാലയ, ഇംപ്ലസ് അങ്ങനത്തെ വണ്ടികളെ ഓഫ് റോഡ് ആറാളാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 2 രൂപ, 1800 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജീപ്പിന് പറ്റിയതാണ്. ജീപ്പ് ഉണ്ടാവും, ഇതില് താറുണ്ട്, ഫോർച്യൂണറും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റുകളൊക്കെ വരുന്നത്? നമുക്ക് 4,500 ആ റേഞ്ചിൽ നമുക്ക് സാധനം കൊടുക്കാം. 4,500 ആ റേഞ്ചിലാണ് നമുക്ക് സാധനങ്ങൾ വരുന്നത് അല്ലേ? അതുപോലെ നമുക്ക് ഓട്ടോ, ഇതൊക്കെ ഓട്ടോ ഇത് ഓട്ടോറിക്ഷന്റെ, ഇത് ഓട്ടോറിക്ഷന്റെ റിസോളാണ്. ഓട്ടോറിക്ഷ ഉണ്ട്, ആപ്പ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് വരുന്നത്? ഇതില് ആപ്പന്റെ ആണെങ്കിൽ 1,100 ഉണ്ട്, 1,450 വരുന്നുണ്ട്. 2 ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. 2 ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഓട്ടോറിക്ഷന് അതേപോലെ തന്നെ 600 വരുന്നുണ്ട്, 850 അതുപോലെ ബൈക്കിന്റെ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. മൊത്തത്തിലൊക്കെ പരന്ന് എടുക്കുകയാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇനി ഫ്രഷ് ടയറുകളും നമുക്ക് ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രഷുകളുണ്ട്, യൂസറുകളുണ്ട്. അത് നമുക്ക് പക്ക OG ടയറുകൾ അല്ലേ? അതേപോലെ നമുക്ക് കാറിന്റെ ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് വരുന്നത്? കാറിന്റെ നമുക്കാണെങ്കിൽ 1,600 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്. 1,600 രൂപ മുതൽ. അത് വരച്ചതാവില്ല, വരക്കാത്ത ഒറിജിനൽ ടയറാണ്, കമ്പനി ടയറാണ്. നമുക്ക് 1,600 രൂപ മുതൽ 1,600 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഫ്രഷ് ടയറുകൾ, നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഓൾട്ടോനൊക്കെ പ്രൈസ് എങ്ങനെയായിരുന്നു വരുന്നത്? നമുക്ക് ആൾട്ടോനെ നമ്മൾ ഇമ്പോർട്ടഡ് ഇറക്കിയിട്ടുള്ളൂ. ഇമ്പോർട്ടഡ് ആണ് നമുക്ക് 1,600 ആ റേഞ്ചിൽ നമുക്ക് ഓൾട്ടോനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്വിഫ്റ്റ്, ബലേനോ ആ റേഞ്ച്, റിഡ്സിന്റെ ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1,800, 1,700 ആ റേഞ്ച് നമുക്ക് വരും. ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ നമുക്ക് ഗോഡൌണിൽ സ്റ്റോക്കുകൾ വരുന്നുണ്ട്. മേലെയാണ് സാധനം കിടക്കുന്നത്, അതിനുള്ള സാധനം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഒരു ബിഗ് സൈസ് 18, 17 ആ റേഞ്ചിലൊക്കെ നമുക്ക് എങ്ങനെ റേറ്റുകൾ വരുന്നത്?
സ്പോർട്സ് കാറാണോ? അതായത് നമുക്ക് ഫോർച്യൂണർ നമ്മൾ പറഞ്ഞു, ആ ഈ കിയ കാരൻസ് അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പറഞ്ഞാല് 2,500 3 റുപ്യന്റെ ചോട ഫുള്ള്. 3 റുപ്യേന്റെ ചോടയാണ് ആ റേഞ്ചിൽ അല്ലെ. ഒരു 16 ഇഞ്ച് 17 ഇഞ്ച് 17 18 ഇഞ്ച് നമുക്ക് 3ന്റെ ചോട, 3ന്റെ ചോടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. ജിത്തു അതേപോലെ തന്നെ നമുക്ക് മുകളിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക്. ഇതിന് പുറമെ നമുക്ക് ഗോഡൌണിലും വരുന്നുണ്ട് അല്ലെ? ഗോഡൌണിൽ കുറച്ച് വരുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഇതൊക്കെ ഏതായിരുന്നു സൈസുകൾ ഏതായിരുന്നു? ഇതില് 15 ഉണ്ട്, 17 ഉണ്ട്, 16 ഉണ്ട്. എന്നാല് ബെലനോ, എർട്ടിക്ക, സ്വിഫ്റ്റ് ആ റേഞ്ചിലാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ സ്റ്റോക്കില് കുറച്ചുണ്ട്. പിന്നെ വെറൈറ്റി ത്രെഡുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? അടിപൊളി ഐറ്റംസുകൾ വി പാറ്റേണിൽ കുറച്ചെണ്ണം വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 3 റുപ്യ 2,800 ആ റേഞ്ചില്ല. ഇത് ഇമ്പോർട്ടഡ് ആണ് വരുന്നത്, ഇന്ത്യൻ ടയർ അല്ല, ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ടയറുകളാണ്, വിദേശിയാണ്. ഇവിടെ ഇമ്പോർട്ടഡ് ആണ് ഇത് കിടക്കുന്നത്. ഇതൊക്കെ വിദേശിയാണ് വരുന്നത്. ഇതൊക്കെ 2 രൂപ 3 രൂപ അല്ലെ? 2, 3 ആ റേഞ്ച്. അതേപോലെ നമുക്ക് ഇതാണ് ചെറിയ ഒന്നുകൂടി 12 ഇഞ്ച് ഉണ്ട്, 13, 14 ഒക്കെ അല്ലെ? ഇതാക്കണ 12 ഇഞ്ചാണ്. ഇതാ ഈ അട്ടി അത് ഫുള്ള് അൾട്ടോന്റെ ടയറാ. അൾട്ടോന്റെ ടയർ അല്ലേ ഫുള്ള്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ 1,600 ആ റേഞ്ചിൽ. ത്രെഡൊക്കെ നോക്കി വെറൈറ്റി ത്രെഡുകളാണ് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇതാവണോ എല്ലാ ഐറ്റംസും, ദോസ്ത് കാര്യങ്ങൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടോ? ദോസ്ത് നമ്മള് റീസോൾ ആണ് കൊടുക്കുന്നത്. റീസോൾ ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന റീസോൾ തന്നെ കൊടുക്കുന്നത്, പുറത്തുനിന്ന് ചെയ്തല്ല. നമുക്ക് റീസോൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസുകൾ തന്നെയാണ്. ബ്രിഡ്ജിസ്റ്റോൺ അങ്ങനെ അത്യാവശ്യം എല്ലാ കമ്പനി എല്ലാം വരണം. ബ്രിഡ്ജിസ്റ്റോൺ ഉണ്ടാവും, മിച്ചിൽ ഉണ്ടാവും, ഗുഡ്ഡെയർ ഉണ്ടാവും. ഇങ്ങനെ നല്ല നല്ല ബ്രാൻഡുകളാണ് എടുക്കുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് റേഞ്ചുകൾ വരുന്ന ഒക്കെ ഈ ഒരു 3ന്റെ ചോടായിട്ടാണ് എല്ലാം വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞാണ് നിങ്ങള്? നമ്മള് മുണ്ടറമ്പ് ബൈപ്പാസ്, കാവുങ്കൽ ബൈപ്പാസ്. അതായത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു KSRTC ഒരു 1 കിലോമീറ്റർ അത്രയും ഉണ്ടാവുള്ളൂ. കഷ്ടി ഇതാവണു. അപ്പൊ നമുക്ക് ഇവിടെ ഗോഡൗണിലൊക്കെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. അപ്പൊ ടയറുകൾ നിങ്ങൾ വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചോളി. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവർ ചെയ്തു തരുന്നതാണ്, ഏറ്റവും നല്ല അട്രാക്ഷന്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കാവുങ്കൽ ബൈപ്പാസിലാണ്. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ജിത്തു സൈനിങ് ഓഫ്.